ഹായ്. ഇപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ, ഡബിൾ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഐറ്ററേറ്റഡ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. അതിന്റെ തിയറി ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് എന്താണ് ഈ കൊടുത്തിരിക്കുന്ന കാര്യം, ഇക്വേഷൻ നമ്പർ 6, ഇക്വേഷൻ നമ്പർ 7 എന്താണ് അതിന്റെ മീനിങ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ 2 നോക്കാം. എക്സാമ്പിൾ 2-ലെ ഒരു സെക്കൻഡ്. ഓക്കെ, എക്സാമ്പിൾ 2-ൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, എയും ഉണ്ട് ബിയും ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കിയേ. രണ്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? 40 - 2xy എന്നുള്ളതാണ് ഫംഗ്ഷൻ. വ്യത്യാസം എന്താണ്? അതെ, ഇത് dy/dx ഉം ഇത് dx/dy ആണ്. അപ്പൊ dy/dx ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ചെയ്തതിന് ശേഷം ആ കിട്ടിയ ഉത്തരത്തെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാം. ഇനി dx/dy ആണെങ്കിലോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുക, എന്നിട്ട് കിട്ടിയ ഉത്തരത്തെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. എ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ഓർത്തിരിക്കാൻ എളുപ്പവഴി, കൺഫ്യൂഷൻ വരാനുള്ള എളുപ്പവഴി, ഫംഗ്ഷന് തൊട്ട് ലെഫ്റ്റിലും തൊട്ട് റൈറ്റിലും കിടക്കുന്ന ആൾക്കാരെ ചേർത്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. അതാണ് ഫസ്റ്റ് ഇവരും ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രൽ 1 to 3 ഒരു ബോക്സ് അങ്ങ് വരച്ചു. ഇന്റഗ്രൽ 2 to 4 40 - 2xy dy/dx. അപ്പൊ ഇവിടുന്ന് ക്ലിയർ ആണ്, ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു y ആണെന്ന് ക്ലിയർ ആണ്. അപ്പൊ ഇനി ബോക്സിന് വെളിയിലുള്ള ആൾക്കാർ അതേപോലെ നിർത്തുക. അപ്പൊ നമ്മൾ എഴുതി ഇന്റഗ്രൽ 1 to 3. ഇനി ബോക്സിനകത്ത് ഇന്റഗ്രേഷൻ നടത്തുക വിത്ത് റെസ്പെക്ട് ടു y. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 40യുടെ ഇന്റഗ്രൽ എന്ത് വരും? 40y 2xy. അതിലെ 2x കോൺസ്റ്റന്റ് ആണ്, y മാത്രമേ ഉള്ളൂ ഒരാള്. അപ്പൊ y-യുടെ ഇന്റഗ്രൽ എന്ത് വരും? y²/2. ആ ബൈ 2 ഈ 2 നമ്മൾ വെട്ടിപ്പോകും. മിച്ചൊപ്പം എന്ത് കിട്ടും? ഒരു xy² എന്ന് മാത്രമേ വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അതിന്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് y = 2 to 4 എന്ന് കൊടുക്കുക. ബോക്സിന് വെളിയിലുള്ള dx-നെ അതേപോലെ അങ്ങ് നിർത്തുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രൽ 1 to 3 അതുപോലെ തന്നെ നിർത്തുക. ഇനി അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർക്കാ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? y-ക്കാണ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം y-ക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 40 × 4 എത്രയാ? 160 എഴുതി. മൈനസ് ഇനി ഇവിടെ y-ക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 4² അല്ലെ, 16x 16x. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ഇനി എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് ആയി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40 × 2 80 മൈനസ് ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2² 4x. ഓക്കെ, ഇനി അവിടുന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 180 കഴിഞ്ഞാൽ 80 മൈനസ് 16x പ്ലസ് 4x. അപ്പൊ എന്തുവരും? -12x. നോക്കിയേ, അപ്പൊ ആ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ ടോട്ടൽ പ്രോസസ് നമ്മൾ നടത്തി. ഈ കിട്ടിയ ആൻസർ എന്തായിരുന്നു? അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരുന്നു കിട്ടിയത്. ശരിയല്ലേ? നമുക്ക് കിട്ടിയതാണ് 80 - 12x എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? അതിനെ നമ്മുടെ ബോക്സിന് വെളിയിൽ കിടക്കുന്ന ആളാ ഇന്റഗ്രൽ 1 to 3 dx. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ഇന്റഗ്രൽ 1 to 3 80 - 12x dx. അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പൊ 80യുടെ ഇന്റഗ്രൽ 80x മൈനസ് 12x²/2. ആ ബൈ 2 ഈ 12 വിട്ടുപോയി 6. അപ്പം 6x². ഇനി 1 to 3. അപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 80 × 3 80 × 3 എത്ര? 240 മൈനസ് 3² എത്ര? 9 9 × 6 54. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് എത്ര? 1. അപ്പൊ 80 - 6 എല്ലാം കൂടെ സബ്സ്ട്രാക്ട് കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ 112 നമുക്ക് ആൻസർ കിട്ടും. പിടിയോ? ഇങ്ങനെയാണ് ഐറ്ററേറ്റഡ് ഇന്റഗ്രൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ആദ്യം y വെച്ച് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഇനി ഇതേ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, വെറുതെ എക്സും വൈയും മാറ്റുമല്ല ചെയ്ത്, അതിനനുസരിച്ച് എന്തും മാറിയിട്ടുണ്ട്, ആ ലിമിറ്റിന്റെ ഓർഡർ മാറിയിട്ടുണ്ട്. കണ്ടോ? ഇവിടെ അപ്പം വൈയുടെ ലിമിറ്റ് ആണ് ആര്? 2 to 4. നോക്കിയേ, വൈയുടെ ലിമിറ്റ് ആണ് എന്ത്? 2 to 4 എന്ന് പറയുന്നത്. എക്സിന്റെ ലിമിറ്റ് ആരാണ്? എക്സിന്റെ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 3. അപ്പൊ നമ്മൾ dy/dx മാറ്റുന്നതിനൊപ്പം തന്നെ എന്തും മാറ്റണം, ആ ലിമിറ്റ് കൂടെ, ഇന്റഗ്രേഷന്റെ ലിമിറ്റ് കൂടെ നമ്മൾ എന്താണ് മാറ്റണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ മാറി 2 to 4 1 to 3 40 - 2xy dx/dy എന്നായി. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് അതാണ് നമ്മുടെ ബി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഫംഗ്ഷനെ ഇടത്തും വലത്തും വരുന്ന ആൾക്കാരെ ചേർത്ത്, അതായത് ഇന്റഗ്രൽ 1 to 3 വലത്തുവശം വരുന്ന dx അത് ചേർത്ത് നമ്മൾ ബോക്സ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്റഗ്രൽ 2 to 4. ഇനി ബോക്സിനകത്തുള്ള ആളെ ഇന്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് എക്സ് ആണ് വേണ്ടത്. അപ്പൊ 40യുടെ ഇന്റഗ്രൽ 40x.
ഇവിടെ നോക്കിയേ, എക്സ് ആണ് ഇവിടുത്തെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആള്. 2y എന്നൊക്കെ പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സിന്റെ ഇന്റഗ്രേഷൻ തരും എക്സ് സ്ക്വയർ ബൈ 2. ആ ബൈ 2 ഈ 2 തമ്മിൽ വെട്ടിപ്പോവും. മിച്ചം തരും എക്സ് സ്ക്വയർ വൈ. ലിമിറ്റ്സ് 1 to 3 കൊടുക്കുക. ഓക്കെ, ഡി വൈ ഔട്ട് സൈഡ് കിടന്ന ഡി വൈ അതുപോലെ നിർത്തുക. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 40 into 3 120 മൈനസ് 3 സ്ക്വയർ എത്ര? 9y. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ 40 മൈനസ് എത്ര? y. ഡി വൈ. ഇന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 140 കഴിഞ്ഞാൽ 80 മൈനസ് 9y പ്ലസ് y മൈനസ് 8y dy. കിട്ടിയല്ലോ. ഇതെന്താണ്? ഈ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് y ആണ്. സോ നാച്ചുറലി നമുക്ക് അതിനെ എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു y വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 80 ഇന്റഗ്രൽ 80y. ഇനി 8y യുടെ ഇന്റഗ്രൽ y സ്ക്വയർ ബൈ 2. ആ ഡിനോമിനേറ്റർ ബൈ 2 8 നമ്മൾ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 4y സ്ക്വയർ. നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 to 4. അപ്പൊ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അറിയാലോ അതൊക്കെ. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? വീണ്ടും 112 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതങ്ങനെ സംഭവിക്കും. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് ഈ ഉത്തരം രണ്ടും ഒന്ന് തന്നെ വന്നെന്നുള്ളത്. നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഇതിന്റെ ജോമെട്രി ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ ജോമെട്രി ഒന്നുകൂടെ ഞാൻ ഡിസ്കസ് ചെയ്യും. എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ജോമെട്രി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അതാണ് അവർ പറഞ്ഞത്. ഇറ്റ് ഈസ് നോ ആക്സിഡന്റ് ദാറ്റ് ബോത്ത് പാർട്സ് ഓഫ് എക്സാമ്പിൾ 2 പ്രൊഡ്യൂസ് ദ സെയിം ആൻസർ. അത് വലിയ അത്ഭുതമായിട്ടാണ് സംഭവമൊന്നുമില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പടം നോക്കിയേ. ഈ പടത്തിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കലാണ് എന്ന് പറഞ്ഞ ഒരു ബേസിക് ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. ശരിയാണല്ലോ. ആ ബേസിക് ഐഡിയ ആണ് ആക്ച്വലി ഇവിടെയും നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ബ്ലൂ കളറിലുള്ള ഒരു ബോക്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വേറൊരു പടം ഞാനൊരു പടം വരയ്ക്കാം. അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു പടം വരയ്ക്കാതെ. ഇതൊരു ബോക്സാ. ഓക്കെ, ഈ ബോക്സിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഈ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ സൈഡിൽ കാണുന്ന ഭാഗം കണ്ടു. ഞാൻ ഈ സൈഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇത് ബോക്സിന്റെ ഒരു സൈഡാണല്ലോ. അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയെ ഈ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത് അതുപോലുള്ള ഏരിയകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ടോട്ടൽ വോളിയം കിട്ടത്തില്ലേ? പറഞ്ഞു മനസ്സിലായി? അത് അതിന്റെ ഒരു ഷെയ്ഡ് ഇത് കണ്ട ഒരു സൈഡ്, ഈ ഒരു സൈഡിന്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ലെഫ്റ്റിലെല്ലാം അടുക്കി ചെയ്യുന്ന അതേപോലത്തെ സാധനങ്ങളല്ലേ, അതിന്റെ എല്ലാം നമ്മൾ സമ്മം എടുക്കുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. ഇതേ ബോക്സിന്റെ തന്നെ ഞാൻ ഇനി വരയ്ക്കും ഇച്ചിരി പടത്തിന് വ്യത്യാസമല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന സെയിം പടം കേട്ടോ. ഇതേ ബോക്സിനെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വോളിയം ഉണ്ട്. എന്തെന്നറിയോ? അതെ, നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഈ പോർഷൻ കണ്ടത്, ഈ പോർഷൻ. ഓക്കെ, ഈ ഭാഗം ഇതിന്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതേപോലെ ആൾക്കാർ തന്നെയല്ലേ ബാക്കിലേക്ക് ഇരിക്കുന്ന ഈ ഡയറക്ഷനിൽ സം എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ആക്ച്വലി ഈ രണ്ട് വോളിയം എന്ത് തന്നെയാണ്? സെയിം തന്നെ അല്ലേ? പിടിയാ. ഇവിടെ സംഭവിക്കുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ആ കാണുന്ന ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് സം എടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്തു? ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷന്റെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ സം എടുക്കുന്നു. രണ്ടും അൾട്ടിമേറ്റ്ലി സെയിം ആണ്. ശരിയല്ലേ? നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിന്റെ ഏരിയ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ബുക്കിലെ ഒരു പേപ്പറിന്റെ ഏരിയ അറിഞ്ഞിട്ട് അതേപോലെ പേപ്പറുകൾ തന്നെയല്ലേ താഴെ കടിക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ എടുത്താൽ ആ ബുക്കിന്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ആ ബുക്കിന്റെ സൈഡ് ഉണ്ടല്ലോ, സൈഡ് ഏതാ? നമ്മൾ മാത്തമാറ്റിക്സ് എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതുന്ന ആ ഒരു നമ്മളിങ്ങനെ സൈഡില്ലേ, അല്ലെങ്കിൽ ബുക്ക് ഒട്ടിച്ചിരിക്കുന്ന ഒരു സൈഡില്ലേ, ബുക്കിന്റെ പേപ്പറിലാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സൈഡ്, ആ സൈഡിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് സം എടുത്തു വന്നാലും എന്തായിട്ടാ പോണത്? ബുക്കിന്റെ ടോട്ടൽ വോളിയം തന്നെയല്ലേ കിട്ടത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ആൻസർ സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഒരു ജോമെട്രിക്കൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നീല ഷെയ്ഡ് അടിച്ചിരിക്കുന്ന നീല ഷെയ്ഡ് ഉണ്ടോ? അതൊരു ബോക്സ് പോലത്തെ ഒരു സംഭവമാണ്. അതിന്റെ വോളിയം ആണ് ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നറിയോ? അവര് അകത്ത് ഈ ഒരു ചാര കളറിൽ കൊടുത്തിരിക്കുന്ന സംഭവം ഉണ്ടോ? അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഏരിയയെ ഈ ഡയറക്ഷനിൽ സം എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ വോളിയം കിട്ടത്തില്ലേ?
ഇതേ സംഭവം തന്നെ, അതേ പടം തന്നെയാണ് ഈ നീല ഷെയ്ഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഇവരിവിടെ എന്ത് ചെയ്തു, അകത്ത് ഈ ചാര കളർ ഇങ്ങനെ എന്താ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് ഒരു ചാര കളർ ആളെ കണ്ട, അയാളുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അയാളതെ ഈ ഡയറക്ഷനിൽ എന്തെടുത്തിരിക്കുന്നു, സം എടുത്തിരിക്കുന്നു. രണ്ടും ഫൈനലി എന്ത് തന്നെയാണ്, ഒന്ന് തന്നെ ആണ്. വീഡിയോ അതുകൊണ്ടാണ് ആൻസർ എന്തായി പോയത്, സെയിം ആയി പോയത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഈ പടത്തിന് ഒന്നുകൂടെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഏറ്റവും ബേസിക്കായിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും കുറച്ചുകൂടെ ഒന്ന് ഈ പടത്തെ ഒന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അവിടെ നോക്കിയേ, എക്സ് ആക്സിസ് താഴെ വരച്ചിരിക്കുന്നു, വൈ ആക്സിസും ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിലെ ലിമിറ്റ് ഏതാണ്, എക്സിന്റെ ലിമിറ്റ് ഏതാണ്, 1 to 3. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. എക്സിന്റെ ലിമിറ്റ് 1 to 3, വൈയുടെ ലിമിറ്റ് 2 to 4. നമുക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അതാണ് എഴുതിക്കുന്നത്. എക്സിന്റെ ലിമിറ്റ് 1 to 3, വൈയുടെ ലിമിറ്റ് 2 to 4. നമ്മൾ എഴുതും 1 less than or equal to x less than or equal to 3 എന്ന് എഴുതും. വൈയുടെ ലിമിറ്റ് 2 to 4 ആണ്, നമ്മൾ 2 less than or equal to y less than or equal to 4 എന്ന് എഴുതുന്നത്. അതാണ് ഈ പടത്തിൽ മാർക്കുന്നത്. എക്സ് എന്നുള്ളത് ഈ ആക്സിസ്, അവിടെ നോക്കിയേ 1 മാർക്ക് ചെയ്തു, 3 മാർക്ക് ചെയ്തിരിക്കുന്നു. വൈ ആക്സിസ് ഇങ്ങോട്ട്, അവിടെ നോക്കിയേ വൈയുടെ ലിമിറ്റ് ആയ 2 to 4 മാർക്ക് ചെയ്തത്. അതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്റഗ്രേഷൻ നടന്ന ആ ഒരു റീജിയൻ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൊമൈൻ ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുന്നത്. ഇതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതൊരു റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. കാരണം കോൺസ്റ്റന്റ് എക്സ് 1 to 3, വൈ 2 to 4 എന്ന് പറയുന്നത് രണ്ട് കോൺസ്റ്റന്റ് വാല്യൂസ് ആയതുകൊണ്ട് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ വരുന്ന ആളായിരിക്കും. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്, 40 minus 2xy. നമ്മൾ എന്ത് എഴുതും, z equal to 40 minus 2xy നമ്മൾ എഴുതും. ഈ പടത്തിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ആരുടെ ഏരിയ ആണ്. ഓക്കെ, ഈ ചാരക്കളറിലെ പടം കണ്ട, അത് വേരി ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ ചാരക്കളറിന്റെ പ്രത്യേകത, അവിടെ y കോൺസ്റ്റന്റ് അല്ലേ, സോറി x കോൺസ്റ്റന്റ് അല്ലേ. പിടിക്കുക, ഈ പടത്തില് നമ്മുടെ a of x നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 40 minus 2xy അതിന്റെ ഏരിയ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നു. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എക്സ് കോൺസ്റ്റന്റ്, ഈ ചാരക്കളറിലെ പടത്തിന്റെ പ്രത്യേകത ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്. ഏത് ഡയറക്ഷനിലാണ് ഈ പടം വേരി ചെയ്യുന്നത്, ആ ചാരക്കളർ വേരി ചെയ്യുന്നത് y ഡയറക്ഷനിലാണ് വേരി ചെയ്യുന്നത്. അവിടെ എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. സോ ഫസ്റ്റ് ഇപ്പം നമ്മൾ വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് നാച്ചുറലി നമ്മുടെ ഇന്റഗ്രേഷൻ എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു y വരും. അതാണ് ഇരിക്കുന്നത് ഇന്റഗ്രൽ 2 to 4 40 minus 2xy dy. നോക്കിയേ, ആ ചാരക്കളറിലെ പടം തുടങ്ങുന്നത് 2 തുടങ്ങി 4 വരെയാണ് അവസാനിക്കുന്നത്. അത് ഏത് ഡയറക്ഷനാ, y ഡയറക്ഷൻ. അതാണ് നമ്മൾ ഇരിക്കുന്നത് ax equal to ഇന്റഗ്രൽ 2 to 4 40 minus 2xy dy. അതായത് ആ ചാരക്കളറിലെ സ്ട്രിപ്പിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, അതിനെ 1 to 3 നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ഇരിക്കുന്നത് 1 to 3 ആ a of x നമ്മൾ ഇന്റഗ്രേറ്റ്. അതാണ് a of x നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രൽ 2 to 4 40 minus 2xy dy. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വോളിയം കിട്ടും. കണ്ടോ, ആണ് വോളിയം. അപ്പം ആദ്യം നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നു, ഏത്, ആ ചാരക്കളറിലെ സ്ട്രിപ്പിന്റെ. എന്നിട്ട് അതിനെ 1 to 3 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, വോളിയം കിട്ടുന്നു. സമയം മനസ്സിലായോ? അതാണ് ഫസ്റ്റ് പ്രോബ്ലം, നമ്മുടെ എ പ്രോബ്ലം, ഫസ്റ്റ് പ്രോബ്ലം. ഇനി ഇതേ പ്രോബ്ലം നമുക്ക് വേറെ രീതി ചെയ്യാം. എങ്ങനെയാണ്, ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ആരുടെ ഏരിയ കണ്ടുപിടിക്കുന്നത്, ഇവിടെ y കോൺസ്റ്റന്റ് ആണ്, വേരി ചെയ്യുന്ന ആരാണ്, എക്സ് ആണ് വേരി ചെയ്യുന്നത്. എക്സ് എവിടെ തൊട്ട് ഇവിടെ വരെ വേരി ചെയ്യുന്നു, നോക്കിയേ, എക്സ് 1 തൊട്ട് എക്സ് 3 വരെ വേരി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഇന്റഗ്രൽ 1 to 3 40 minus 2xy dx ആണ് ആക്ച്വലി നമ്മുടെ എന്ത്, ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയ, ആ ചാരക്കളർ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആരോയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം, സം എടുക്കണം. ഈ ആരോയുടെ ഡയറക്ഷൻ വെച്ചാൽ ഏത് വേരിയബിളിന്റെ ഡയറക്ഷനാ, വൈയുടെ ഡയറക്ഷൻ അല്ലേ. അതാണ് നോക്കിയേ, ഇന്റഗ്രൽ 2 to 4 dy നമ്മൾ കണ്ടുപിടിക്കുന്നു. രണ്ടും അൾട്ടിമേറ്റ്ലി എന്ത് തന്നെയാണ്, സെയിം തന്നെ ആണ്. ക്ലിയർ ആണല്ലോ, ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നോക്കിയേ, ആദ്യം ഇവിടെ വൈയുടെ ഡയറക്ഷനിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആൻസർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. അതാണ് നമ്മൾ എ ഓഫ് എക്സ് എന്ന് വിളിച്ചത്. നമ്മൾ നേരത്തെ ജി ഓഫ് എക്സ് എന്നൊക്കെ വിളിച്ചില്ലേ. കാരണം ആൻസർ സ്വാഭാവികമായിട്ടും വിത്ത് റെസ്പെക്ട് ടു അതായത്. ഇനി രണ്ടാമത് ചെയ്തപ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോണത്, നമ്മൾ എ ഓഫ് വൈ എന്ന് വിളിക്കത്തുള്ളൂ. എ ഓഫ് വൈ എന്ന് വിളിക്കാൻ കാരണം നമ്മൾ എക്സിന്റെ വിത്ത് റെസ്പെക്ട് ആണ് നമ്മൾ എന്ത് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത്. അതാണ് നമ്മൾ എന്ത് ചെയ്ത്
എ ഓഫ് ഐ എന്ന് വിളിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യം എ ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു അല്ലെ, എ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. എ ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വോളിയം കിട്ടും. ഒന്നുകിൽ ഈ രീതി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏരിയ ഓഫ് വൈ കണ്ടുപിടിക്കുക, എന്നിട്ട് അയാൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും, വോളിയം തന്നെ കിട്ടും. രണ്ടും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എ ഓഫ് എക്സും എ ഓഫ് വൈ നമ്മൾ വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾക്ക് എ ഓഫ് എക്സും എ ഓഫ് വൈയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതാണ് ഇമ്പോർട്ടൻറ്റ്. വേറൊന്നുമില്ല, എ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇതാണ് എ ഓഫ് എക്സ്. കണ്ട, എ ഓഫ് എക്സ്. ഇവിടുത്തെ പ്രത്യേകത, എ ഓഫ് എക്സിന്റെ പ്രത്യേകത വൈ ഡയറക്ഷനിലാണ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തിയിരിക്കുന്നത്. എക്സ് അവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ. വൈ ഡയറക്ഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ട്രീറ്റ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും, എക്സിൽ കിട്ടും. അതാണ് എ ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നോക്കിയേ എ ഓഫ് വൈ ആണ്. എ ഓഫ് വൈ കിട്ടിയത് എങ്ങനെയാണ്, എ ഓഫ് വൈ കിട്ടുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഡയറക്ഷനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എക്സ് വേരിയബിൾ ആയി വന്നുകൊണ്ട് ഉത്തരം ഇൻ ടേംസ് ഓഫ് വൈ കിട്ടും. നമ്മൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞില്ലേ, ഫസ്റ്റ് ലെക്ചറിൽ, അത് തന്നെ സംഭവം. അപ്പം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഏരിയ ഓഫ് എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വോളിയം കിട്ടും, അല്ലെങ്കിൽ ഏരിയ ഓഫ് വൈ കണ്ടുപിടിച്ചതിന് ശേഷം വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, വോളിയം തന്നെ കിട്ടും. രണ്ടും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെ ആണ്. ഈ പഠിച്ച കാര്യത്തെ ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത്രയുള്ള കാര്യം. അതാണ് ഫിബിനിസ് തിയറം. എന്താണ്, ആർ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ ആണ്. നമ്മൾ കണ്ടില്ലേ, ഡിഫൈൻഡ് ബൈ ദി ഇൻഇക്വാളിറ്റി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, എ ബി സി ഡി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 1 3 2 4 എന്ന് പറഞ്ഞില്ലേ, അതേപോലെ കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓഫ് ആർ എഫ് ഓഫ് എക്സ് ഡി എ കണ്ടുപിടിക്കണം. ആക്ച്വലി ജോമെട്രിക്കലി അത് വോളിയം കണ്ടുപിടിക്കണം കേട്ടോ. അത് നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഇന്റഗ്രൽ സി ടു ഡി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ. എ ടു ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം കൊടുക്കണം ഡി എക്സ്, അതിനുശേഷം ഡി വൈ. അല്ല, നേരെ തിരിച്ച് ചെയ്യാം. തിരിച്ചെന്താണ്, ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിന്റെ ലിമിറ്റ് സി ടു ഡി, എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പം ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ മാറ്റിയെന്നും പറഞ്ഞ് കുഴപ്പമില്ല. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഈ ക്രൈറ്റീരിയ ഒക്കെ ശ്രദ്ധിച്ചോണം. എയും എ ബി സി ഡി എന്നൊക്കെ പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. ആറ് റെക്ടാംഗിൾ ആണ്. ഈ കണ്ടീഷൻസ് ഉള്ളപ്പോഴാട്ടോ പറയുന്നത്. ആറൊരു റെക്ടാംഗിൾ ആണ്, എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ഓൺ ദ റെക്ടാംഗിൾ ആണ് എങ്കിൽ ഈ ഡബിൾ ഇന്റഗ്രലിന്റെ കേസിൽ ഓർഡർ മാറ്റി എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഈ ഒന്നാമത് നടക്കുന്ന ആൾ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടും മൂന്നും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും അല്ലേ, ശരിയല്ലേ? ഇയാളും നിങ്ങൾക്ക് മനസ്സിലായി. ഈ രണ്ടും മൂന്നും പറയുന്ന ആളെ ഷോർട്ടാക്കി എഴുതുന്നതാണ് ഈ 1. നമ്മൾ ഡബിൾ ഇന്റഗ്രൽ എഴുതില്ലേ, ഡബിൾ ഇന്റഗ്രൽ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ലിമിറ്റ് രണ്ടിനും കൂടെ എഴുതുന്നതിന് പകരം സെപ്പറേറ്റ് എഴുതുന്നേരം ഇന്റഗ്രൽ ഓവർ ആർ എന്ന് എഴുതി. നമ്മളൊരു റെക്ടാംഗിൾ അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ ആർ എന്ന് എഴുതി. ഇനി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ അല്ലെ, എക്സ് നീളം വൈ ഇതാണെങ്കിൽ നമ്മൾ എക്സ് വൈ എന്ന് പറയുന്നതല്ലേ നമ്മൾ ഏരിയ എന്ന് പറയത്തില്ലേ. അതുപോലെ തന്നെ ഡി എക്സ് ഡി വൈ എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നതാണ് ഡി എ. അപ്പം ഡി എ എന്ന് എവിടെങ്കിലും കണ്ടാൽ അതിന്റെ മീനിങ് ഒന്നുകിൽ ഡി എക്സ് ഡി വൈ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡി വൈ ഡി എക്സ് ആയിരിക്കും. ഇതാണ് മീനിങ്. നമ്മൾ ഷോർട്ടാക്കി എഴുതിയത്. ഈ രണ്ടിലും മൂന്നിലും പഠിച്ച കാര്യത്തെ നമ്മൾ ഷോർട്ടാക്കി എഴുതുന്നതാണ്. ഓക്കെ, ഈ സംഭവം. താങ്ക് യു.